ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രയൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡെലിവറീനെ പറ്റിയിട്ട് പിന്നെ കുറച്ച് അല്ലറ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഡെലിവറീനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാറ്. എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേരല്ല, 2 പേരോ 3 പേരോ ചോദിക്കുന്ന കാര്യം ഇതാണ്: ഡെലിവറി ഫീ എന്തുകൊണ്ട് ഇല്ലാതെ തന്നൂടാ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. ഇത്ര ലോ റേറ്റ് തന്നിട്ട് എന്തുകൊണ്ട് ഡെലിവറി ഫീ ആഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ചോദ്യം. ആക്ച്വലി ഡെലിവറി ചെയ്യുന്നത് ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. ഡെലിവറി ചെയ്യുന്നത് ഒന്ന് ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും, ഇല്ലെങ്കിൽ DTDC പോലത്തെ സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കും കൊറിയർ ചെയ്യപ്പെടുന്നത്. ഞാൻ കൂടുതലും എൻ്റെ ബയേഴ്സിനോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റാണ്. കാരണം കുറച്ചും കൂടി ലോ ആണ് റേറ്റ്. DTDC കമ്പയർ ചെയ്യുമ്പോൾ 80 റുപ്പീസാണ് ഏതൊരു ഓർഡറിനും എനിക്ക് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇന്ത്യൻ പോസ്റ്റ് വരുമ്പോൾ 60 റുപ്പീസേ വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ കൂടുതലും സേവ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ആൾക്കാരോട് പറയുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആയിരിക്കും ചൂസ് ചെയ്യാൻ നല്ലതെന്നാണ് പറയാറ്. അതേപോലെ ചോദിക്കുന്ന റാൻഡമിലി എനിക്ക് ഇൻസ്റ്റയിൽ നിന്നൊക്കെ മെസ്സേജ് വരുമ്പോൾ ചോദിക്കുന്ന കാര്യം ഇതിൻ്റെയൊക്കെ കളറ് പോകുമെന്നുള്ളതാണ്. ആക്ച്വലി ഇതിൻ്റെ ഒന്നും കളറ് പോകത്തില്ല, പെൻഡൻസിൻ്റെ കളറ് പോകത്തില്ല, അത് ഐ ആം ഷുവർ. പിന്നെ ഗിയർ വെയർ ഞാൻ മുത്തിൻ്റെത് യൂസ് ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് അങ്ങനെ കളറ് പോയിട്ടില്ല. ഗിയർ ലോക്കിൻ്റെ കളറ് ചിലപ്പം മങ്ങാറുണ്ട്, എന്നാലും നമ്മൾ സൂക്ഷ്മയോടെ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് മങ്ങത്തില്ല കേട്ടോ. പിന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഡെലിവറി ഫീ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഗൈസ്, അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വന്നിട്ട് എനിക്ക് കുറച്ചധികം ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരു സ്റ്റോറിലത്തേക്ക്. അപ്പോൾ അതിൻ്റെ അവർ ഹൈ റേഞ്ചൊക്കെ കുറച്ചും കൂടി റേഞ്ചൊക്കെ കൂട്ടിയിട്ട് അവർക്ക് ഇൻകംന് വേണ്ടിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. പിന്നെ വന്നിട്ട് കുറച്ചും കൂടി അധികം കളക്ഷൻസ് എൻ്റെ പേജിലുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇടുന്നില്ല, കാരണം ഞാൻ എൻ്റെ പേജിനെ ഞാൻ തന്നെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഒരു ലോ റേറ്റ് പേജായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. സോ ഞാൻ ഇവിടെ ഏകദേശം ലോ റേറ്റുള്ള പ്രോഡക്ട്സ് മാത്രമായിരിക്കും കാണിക്കുന്നത്. ഹൈ റേറ്റുള്ള പ്രോഡക്ട്സ് ഉറപ്പായിട്ട് ഞാൻ ഈ പേജിൽ കാണിക്കില്ല. ഓണത്തിൻ്റെ കുറച്ചും കൂടി എലഗൻ്റ് ആയിട്ടൊരു 350, 380 ഈ റേഞ്ചിനൊക്കെ പ്രോഡക്ട്സ് വേണമെന്നുള്ളവർക്ക് എൻ്റെ ഒരു വാട്സപ്പ് ചാനൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് അതുവഴി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റേഞ്ചും കുറേ അധികം എലഗൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഓണത്തിനേക്ക് ഇടാൻ പറ്റിയ പാലക്ക പോലത്തേക്ക് കിടിലം മാലകൾ കാണാൻ കഴിയും. അല്ല ഇനിയും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പിൻട്രസ്റ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡേഴ്സ് വന്നോട്ടെ എടുക്കുന്നതായിരിക്കും. വേൾഡ് വൈഡ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എവിടെ നിന്ന് ഓർഡേഴ്സ് വന്നാലും മാക്സിമം എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ പറയേണ്ടത് കുറച്ച് എന്താ പറയുക കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഈ ഓണത്തിൻ്റെ ഇൻവിസിബിൾ ജ്വല്ലറീസിൻ്റെയൊക്കെ റേറ്റ് ഇട്ട ടൈമിൽ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു ഇതെല്ലാം എന്താ പറയുക കണ്ടിന്യൂ ചെയ്യുന്ന റേറ്റ് ആണോ, മീൻസ് ഇത് ചേഞ്ച് ആവത്തില്ലേ എന്നുള്ളത്. ആക്ച്വലി ഇതിൻ്റെ റേറ്റ് ചേഞ്ച് ആവും. ഇതിപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു എലിഫൻറ്റിനൊക്കെ നമ്മൾ 135 അങ്ങനെ എന്തോ കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ലോ ആയിട്ടിട്ടത് ആക്ച്വലി ഓണവുമായി റിലേറ്റ് ചെയ്തതുകൊണ്ടാണ്. ഓണത്തിൻ്റെ ഓഫേഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഓൾവേസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതെനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു, കാരണം ഇത് ഓണം ഓഫേഴ്സിൽ വരുന്ന കളക്ഷൻസ് ആണ്. ഓണത്തിൻ്റെ ആ ഒരു എന്താ പറയുക ദിവസങ്ങൾ കഴിയും തോറും അല്ലെങ്കിൽ ഓരോ ദിവസം പോകും തോറും നമ്മുടെ ഈ ഓഫർ പ്രൈസ് ഇവിടെ എന്താ പറയുക ബാക്കിലോട്ടായി വരികയാണ്. ഓഫർ പ്രൈസ് കംപ്ലീറ്റ് ആയിട്ട് കുറയും കേട്ടോ. പിന്നെന്താ ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മഴയൊന്നും അധികം നനഞ്ഞ് പനി പിടിക്കാതിരിക്കുക. അത്രേ ഉള്ളൂ ഗായ്സ്. ബൈ.